SSFിന് വേണ്ടി ജിന്ദാബാദ് വിളിക്കാൻ പോകുമ്പോ, SSFിന്റെ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോ, ചുമരെഴുത്ത് എഴുതാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ മകനെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ്. ഈ മഹത്തായ പ്രാസ്ഥാനിക നൗകയിൽ മെമ്പറാകുന്നത് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പാരത്രികമായ ലക്ഷ്യമാണ്. ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജീവനുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഒരിക്കൽ ഒരു മരണം സംഭവിക്കാനുണ്ട്. മനുഷ്യരായ നമുക്ക് 60ഓ 70ഓ പ്രായമാകുമ്പോ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഭൂമി ലോകത്തോട് വിട പറഞ്ഞ് 6 അടി മണ്ണിൽ കിടക്കുമ്പോ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, ആത്മാർത്ഥമായ ഖുർആൻ ഓതാൻ, ആത്മാർത്ഥമായി ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യാൻ SSFകാര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കറിയില്ലേ, SSF എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ ജീവസുറ്റതാക്കിയ മുൻഗാമികളായ നേതാക്കന്മാർ, വെള്ളിലെ ഫൈസിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? SSFിന് വേണ്ടി, റിസാലക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചു. റിസാല എന്ന് പറയുന്ന SSFിന്റെ മുഖപത്രം അതിവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി, അതിനെ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി മഹാനായ വെള്ളിലെ ഫൈസി ഉസ്താദ് ചെയ്ത ത്യാഗങ്ങൾക്ക് കണക്കില്ല. നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ്. അവരാണ് ഈ സംഘടനയെ ജീവസുറ്റതാക്കി മാറ്റിയത്. അബ്ദുൾ റസാഖ് കൊറ്റിയെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഓ ഖാലിസർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ SSFിന് വേണ്ടി തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ മാറ്റിവെച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ മരണം നടന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ ഖാലിസർ തെളിയിച്ച ഈ ഉന്നതമായ മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത്. SSFിന്റെ ജില്ലാ സാഹിത്യോത്സവ് ഏണിയാടിയിൽ വെച്ച് നടക്കുമ്പോ അവിടേക്ക് പ്രവർത്തകരെയൊക്കെ സജ്ജരാക്കി വാഹനത്തിൽ കയറ്റി ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇർഷാദും പ്രിയപ്പെട്ട സ്വാബിറും റബ്ബിന്റെ വിധിക്കുത്തരം നൽകി റബ്ബിലേക്ക് മടങ്ങിയത്. അല്ലാഹു അവരുടെ പാരത്രിക ജീവിതം സന്തോഷപൂർണ്ണമാക്കി കൊടുക്കുമാറാവട്ടെ. കനിയാലയിലെ അഷ്റഫിനെ നമുക്ക് ഓർമ്മയില്ലേ? 300-ലെ ഒരു പ്രവർത്തകൻ തൊട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മോട് വിട പറഞ്ഞത്. ഈ ഉന്നതമായ പ്രസ്ഥാനത്തിന്റെ അംഗമാകുന്നത് കൊണ്ട് നമുക്കുള്ള ഒരു നേട്ടം ഇത് തന്നെയാണ്. അടുത്ത വർഷം സാഹിത്യോത്സവം നടക്കും. ഒരുപാട് പ്രതിഭകൾ മാറ്റുരക്കും. കുട്ടികൾ കവിത പാടും, പ്രസംഗിക്കും, വരക്കും, എഴുതൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ അത് കാണാൻ ഉണ്ടാകണമെന്നില്ല. എന്നാലും നമ്മെ അനുസ്മരിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ട് എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് രക്ഷിതാക്കളെ, ധൈര്യത്തോടെ നിങ്ങൾ പറഞ്ഞയച്ചോ നിങ്ങളുടെ മക്കളെ മഴവിൽ സംഘത്തിലേക്ക്, SSFിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചോ. അവരുടെ കഴിവുകൾ പുറത്തു വരട്ടെ. നമ്മുടെ മുമ്പിൽ ഇന്ന് എഴുതുകയും പാടുകയും പറയുകയും വരയ്ക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്.